യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിൻ്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക വചനചിന്തയിലൂടെ അതേ ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായത്തിൽ നിന്നും നമുക്ക് ചിന്തിപ്പാൻ തക്കോണം ദൈവം നമ്മെ സഹായിച്ചല്ലോ. തീർച്ചയായിട്ടും ഈ ദിവസങ്ങളിൽ സന്ദേശം നിങ്ങളുടെ ജീവിതത്തെ വളരെയധികം രൂപാന്തരപ്പെടുത്തുമെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നുണ്ട്. നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിക്കുന്നത് അബ്രഹാമിൻ്റെ സഹോദരപുത്രനായ ലോത്തുമായി ബന്ധപ്പെട്ട് സോദോം ഗോമോറയെ ദൈവം നശിപ്പിക്കുവാൻ തുടങ്ങുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ചില സംഭവങ്ങളെക്കുറിച്ചാണ്. അതിൽ നിന്നും ധാരാളം ആത്മീക പാഠങ്ങൾ നമുക്ക് പഠിക്കുവാൻ സാധിക്കുന്നുണ്ട്. ഇന്നലെ തന്നെ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു ആത്മീക പാഠം പഠിച്ചു, ദൈവമക്കൾക്ക് ദൈവം നൽകുന്നതായ സംരക്ഷണം. അതേപോലെ തന്നെ ദൈവം നമുക്ക് നൽകുന്നതായ ആത്മീയമായ പ്രകാശവും അതേപോലെ തന്നെ പാപത്താൽ നയിക്കപ്പെടുന്നവർക്ക് സംഭവിക്കുന്നതായ ആത്മീയമായ അന്ധതയും. ആ ആത്മീയമായ അന്ധതയുടെ ഒരു ശാരീരികമായ പ്രകടനമായിരുന്നു അന്ന് ഈ ലോത്തിൻ്റെ ഭവനത്തിന് മുമ്പിൽ കൂടി വന്ന ആബാലവൃദ്ധം ആളുകൾക്കും അതേ ദൂതന്മാർ അന്ധത പിടിപ്പിച്ചത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം, ഇന്ന് ലോകത്തിൽ അനേക ആളുകളും ഇപ്രകാരമുള്ള സ്പിരിച്വൽ ഡാർക്ക്നെസ്സിലാണ് അവർ ആയിരിക്കുന്നത്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നും അവർക്കറിയില്ല. അതായത് ദൈവവചനത്തെ അനുസരിക്കണമെന്നോ കർത്താവ് യേശുക്രിസ്തുവിനെ സ്വീകരിക്കണമെന്നോ അതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്താലും അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. കാരണം നമ്മൾ ഇന്നലെ തന്നെ പറഞ്ഞല്ലോ, അതേ ഈ ലോകത്തിന് ദൈവം, അതേ പിശാച് ആളുകളുടെ ആത്മീയ കണ്ണുകൾ കുരുട്ടാക്കി വെച്ചിരിക്കുന്നു. അതുകൊണ്ട് അവർക്ക് ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തെ ഗ്രഹിക്കുവാൻ സാധിക്കുന്നില്ല. ഞാൻ ഈ സന്ദേശത്തിലൂടെ പ്രാർത്ഥിക്കുന്നത്, ദൈവമേ അനേകരുടെ കണ്ണുകളെ അങ്ങ് തുറക്കണം എന്നുള്ളതാണ്. പിശാച് അടച്ചു വെച്ച കണ്ണുകൾ, ഈ ആത്മീയരെന്ന് പറയുന്ന ആളുകളുടെ പോലും കണ്ണുകളെ പിശാച് അടച്ചു വെച്ചതായ അനുഭവങ്ങളുണ്ട്. ഒരുപക്ഷെ നമ്മൾ വിചാരിക്കും ഇവരൊക്കെ വളരെ ആത്മീയമായ ജീവിതത്തിൽ വളരെ മുൻപന്തിയിലായിരിക്കും, ഏതെങ്കിലും സഭയുടെയോ ഒരു ആത്മീയ സംഘടനയുടെയോ തലപ്പത്തൊക്കെ നിൽക്കുന്ന ആളുകളായിരിക്കാം. പക്ഷേ അവരറിയാതെ തന്നെ പിശാച് അവരുടെ ആത്മീയ കണ്ണുകളെ കുരുട്ടാക്കുന്ന അനുഭവമുണ്ട്. നമ്മളൊന്ന് പരിശോധിക്കണമേ, നമ്മുടെ കണ്ണുകൾ ഇങ്ങനെ കുരുട്ടായ ഒരു അനുഭവമാണോ? വേണ്ടവണ്ണം ആത്മീയമായ കാഴ്ചപ്പാട് പ്രാപിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് വളരെ വ്യക്തതയോടുകൂടെ ദൈവസ്ഥലിൽ കടന്നു വന്ന് പ്രാർത്ഥിക്കണം, ദൈവമേ എൻ്റെ കണ്ണുകളെ നീ തുറക്കണമേ. ഇംഗ്ലീഷിൽ മനോഹരമായ പാട്ടുണ്ട്, ഓപ്പൺ മൈ ഐസ് ഓ ലോർഡ്, എൻ്റെ കണ്ണുകളെ തുറക്കണമേ കർത്താവേ എന്ന് പാടുന്നതായ പാട്ട്, അത് ജീവിതത്തിൽ വളരെ ആവശ്യം വേണ്ടതായ ഒരു പ്രാർത്ഥനയാണ്. ലോർഡ് ഓപ്പൺ മൈ ഐസ്, എൻ്റെ കണ്ണുകളെ അങ്ങ് തുറക്കണമേ. എന്തിനാണ്? ടു സീ യു, നിന്നെ കാണുവാൻ എൻ്റെ കണ്ണുകളെ നീ തുറക്കണമേ. നിന്നെ കാണുക എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ എന്താ വിചാരിക്കുന്നത്? ദൈവത്തിൻ്റെ വചനത്തെ കാണുവാൻ, ദൈവവചനത്തെ വായിക്കുവാൻ, അതിൻ്റെ ആത്മീയ മർമ്മങ്ങളെ ഗ്രഹിക്കുവാൻ, എന്നോടുള്ള ദൈവത്തിൻ്റെ ആലോചന നന്നായി ഗ്രഹിച്ച് മനസ്സിലാക്കി അതേ മുന്നോട്ട് പോകുവാൻ ദൈവമേ ഓപ്പൺ മീ ഐസ്, എൻ്റെ കണ്ണുകളെ അങ്ങ് തുറക്കണമേ. എത്ര പേർക്ക് ഇന്ന് അങ്ങനെ പ്രാർത്ഥിക്കാൻ സാധിക്കും? ഈ സന്ദേശം കേൾക്കുമ്പോഴേ നിങ്ങൾ അതിനു വേണ്ടി പ്രാർത്ഥിക്കുക, ലോർഡ് ഓപ്പൺ മീ ഐസ്. നമ്മുടെ കണ്ണുകളെ തുറന്നാൽ തീർച്ചയായിട്ടും ദൈവം നമുക്ക് ഒരുക്കുന്നതായ കരുതലുകളെ നമുക്ക് കാണുവാൻ സാധിക്കും. പിന്നീട് അബ്രഹാമിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. തൻ്റെ മകൻ ഇസ്ഹാക്ക് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അതേ യാഗത്തിന് പോകുമ്പോൾ, അപ്പോൾ യാഗത്തിന് വിറകുണ്ട്, തീയുണ്ട്, ഇങ്ങനെയുള്ള സാധന സാമഗ്രികളെല്ലാം നമ്മുടെ കയ്യിലുണ്ട്. പക്ഷേ യാഗത്തിലുള്ള മൃഗം എവിടെ എന്ന് ചോദിക്കുമ്പോൾ അബ്രഹാം അതേ ആ ആത്മീയ കാഴ്ചപ്പാടിലൂടെ പറയുന്നു, യഹോവ കരുതിയിട്ടുണ്ട്, ഗോഡ് ഹാവ് പ്രൊവൈഡഡ്, യഹോവ ജിറേ എന്ന് ആ മകനോട് പറയാനിടയായി തീർന്നു. ദിസ് ഈസ് അവർ വിഷൻ, ദിസ് ഈസ് ദ വിഷൻ ദാറ്റ് ഗോഡ് ഈസ് ഗിവിംഗ് ടു അസ്. ഈ കാഴ്ചപ്പാടാണ് ദൈവം നമുക്ക് തരുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാട് ജീവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇത് നമ്മൾ ചിന്തിക്കുന്നത് ഇന്നലെ നമ്മൾ ചിന്തിച്ചതിൻ്റെ ബാക്കിയായിട്ടുള്ള വേദഭാഗം തന്നെയാണ്. നോക്കൂ, അങ്ങനെ ഇവർ അന്ധത പിടിച്ചതിന് ശേഷം ഇപ്പോൾ ഈ ദൂതന്മാർ ലോത്തിനോട് സംസാരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട വാക്യം, അതേ ഉൽപ്പത്തി പുസ്തകം 19-12 വാക്യം. ആ പുരുഷന്മാർ ലോത്തിനോട്, ഇവിടെ നിനക്ക് മറ്റു വല്ലവരുമുണ്ടോ? മരുമക്കളോ പുത്രന്മാരോ പുത്രിമാരോ, ഇങ്ങനെ പട്ടണത്തിൽ നിനക്കുള്ളവരെയൊക്കെയും ഈ സ്ഥലത്ത് നിന്ന് കൊണ്ടുപോയിക്കൊള്ളുക. ഇവരെക്കുറിച്ചുള്ള ആവലാതി യഹോവയുടെ മുമ്പാകെ വലുതായി തീർന്നിരിക്കൊണ്ട് നിങ്ങൾ സ്ഥലത്തെ നശിപ്പിക്കും, അതിനെ നശിപ്പിപ്പാൻ യഹോവ ഞങ്ങളെ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. വളരെ വിലപ്പെട്ട ആശയങ്ങളുള്ള ഒരു വേദഭാഗമാണിത്. ഒരുപക്ഷെ ഇന്ന് എനിക്കിത് പൂർണ്ണമായിട്ടും പറഞ്ഞു തീർക്കാൻ സാധിച്ചില്ലെങ്കിൽ അടുത്ത ദിവസം നമ്മളിത് തുടരുന്നതാണ്. നോക്കൂ, ഇവിടെ
ലോത്തിനോട് പറയുന്നതായ ഒരു കാര്യം. വാസ്തവത്തിൽ നമ്മൾ ഇതൊക്കെ വായിച്ചു വരുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് ലോത്തും തൻ്റെ ഭാര്യ 2 പെൺമക്കൾ അത്രയും പേരെ ഇവിടുന്ന് രക്ഷപ്പെടുത്തുള്ളൂ, ബാക്കി എല്ലാവരും അതേ ആ തീക്കകത്തും ഗന്ധകത്തിലും കത്തി അമരും, എന്നേക്കുമായി അവർ ആ പട്ടണത്തോടുകൂടെ നശിപ്പിക്കപ്പെടും എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഈ ദൂതന്മാർ ഒരു ഓഫർ കൊടുക്കുകയാണ്. നോക്കൂ, അബ്രഹാം പ്രാർത്ഥിച്ചൊരു വിഷയമുണ്ട്. ദൈവമേ, 10 നീതിമാന്മാർ ഈ പട്ടണത്തിൽ ഉണ്ടെങ്കിൽ ആ പട്ടണത്തെ നീ നശിപ്പിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല, ഞാൻ ഒരു നാളും നശിപ്പിക്കുകയില്ല എന്ന് കർത്താവ് പറഞ്ഞപ്പോഴും നോക്കൂ, അബ്രഹാമിന് ശരിയായിട്ടുള്ള കാഴ്ചപ്പാടുണ്ടായിരുന്നു. ലോത്ത് ആരെയും അതിനുവേണ്ടി ഒരുക്കിയില്ല. അവൻ ഒരുക്കാമായിരുന്നു. അവൻ എപ്പോഴും കണ്ടുമുട്ടുന്നവരായ ആളുകളെ അവന് പ്രബോധിപ്പിച്ച് അതേ മാനസാന്തരപ്പെടുത്തുവാൻ സാധിക്കുമായിരുന്നു. അതിന് ലോത്തിന് കഴിഞ്ഞില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ വേദഭാഗം എന്ന് പറയുന്നത്. ഇവിടെ നിനക്ക് മറ്റു വല്ലവരുമുണ്ടോ എന്ന് ദൂതന്മാർ ചോദിക്കുമ്പോൾ അവർ തന്നെ പറയുന്നു, നിനക്ക് മരുമക്കളുണ്ടോ, നിനക്ക് മറ്റു പുത്രന്മാരുണ്ടോ, നിനക്ക് പുത്രിമാരുണ്ടോ, ഇങ്ങനെ ഈ പട്ടണത്തിൽ നിനക്കുള്ളവരെയൊക്കെയും ഈ സ്ഥലത്ത് നിന്ന് കൊണ്ടുപോയിക്കൊള്ളുക. 4 പേരായിട്ട് പോകണ്ട. ഒരുപക്ഷെ നീ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നിനക്ക് 10 പേരെ കൊണ്ടുപോകാൻ സാധിക്കും. പക്ഷെ 10 പേരില്ല എന്നുള്ളത് ദൈവത്തിനറിയാം. അതേ, ദൈവത്തിൻ്റെ ഒബ്നീഷ്യൻസിൽ, ദൈവത്തിൻ്റെ സർവജ്ഞാനത്തിൽ ദൈവത്തിനറിയാം ഈ പട്ടണത്തിൽ എത്ര നീതിമാന്മാരുണ്ട്, അല്ലെങ്കിൽ രക്ഷ പ്രാപിക്കുവാൻ അറ്റ്ലീസ്റ്റ് ദൈവം പറയുന്ന കാര്യത്തെ വിശ്വസിക്കാൻ കഴിയുന്ന ആരെങ്കിലും ഉണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഇല്ല എന്നുള്ളത് ദൈവത്തിന് നന്നായിട്ട് അറിയാം. പക്ഷെ ഇവിടെയുള്ള ദൂതന്മാർ എന്തുകൊണ്ടാണ് ഇത് ചോദിച്ചത്? നമുക്കറിയാം, ദൂതന്മാർ പോലും ദൈവത്തിൻ്റെ ആ ഒരു പ്രകൃതമുള്ളവരാ, അവർക്കും ഒംനീഷ്യൻസ് ഉണ്ട്. പക്ഷേ ഈ പർട്ടിക്കുലർ ഈ ഏഞ്ചൽസിന്, ഈ പ്രത്യേകമായി ഏഞ്ചൽസിന് ഒരു പക്ഷേ അങ്ങനെ ഒരു കാഴ്ചപ്പാട് ഇല്ല എന്ന് നമുക്ക് കരുതാം. എങ്കിലും ലോത്തിനോടുള്ള ഒരു ആവേശികമായ ചോദ്യം എന്നോണം നമുക്കിതിനെ കണ്ടാൽ, അതെ, ലോത്തിനോട് പറയുന്നു, അവൻ്റെ ആ ഉത്തരവാദിത്വക്കേടിനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്ന ഒരു ദൂതന്മാരെ പോലെയാണ് ഇവിടെ ഈ ദൂതന്മാർ പ്രവർത്തിക്കുന്നത്. നോക്കൂ, നിനക്ക് ഈ പട്ടണത്തിൽ മറ്റാരെങ്കിലും ഉണ്ടോ? ഇത് സൂചിപ്പിക്കുന്നത് ലോത്തിന് തീർച്ചയായിട്ടും തന്നെയും തൻ്റെ കുടുംബത്തെക്കുറിച്ചുള്ള ഉത്കണ്ഠ മാത്രമല്ലായിരുന്നു ഉണ്ടാകേണ്ടത്, മറിച്ച് അവന് മറ്റുള്ളവരെ കുറിച്ചുള്ള ഉത്കണ്ഠയും ഉണ്ടാകണമായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങൾ ചെയ്യുന്ന കാര്യം വിക്കഡാണ്, നിങ്ങൾ ചെയ്യുന്ന കാര്യം ദുഷ്ടതയുള്ളതാണെന്ന് ആ ജനത്തോട് പറയാൻ അവൻ താമസിച്ചു പോയി. പക്ഷേ ഇപ്പോൾ പറഞ്ഞിട്ട് എന്ത് കാര്യം എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് പറഞ്ഞപ്പോൾ ലോത്ത് ചെയ്ത കാര്യം എന്താണെന്ന് നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. നോക്കൂ, ഉൽപ്പത്തി പുസ്തകം 19:13, ഇവരെക്കുറിച്ചുള്ള ആവലാതി യഹോവയുടെ മുമ്പാകെ വലുതായി തീർന്നിരിക്കുകൊണ്ട് ഞങ്ങൾ ഈ സ്ഥലത്ത് നശിപ്പിക്കും. ഇപ്പോൾ ഈ ലോത്തിന്റെ കാര്യം മനസ്സിലായി, ഇവരാണ് നശിപ്പിക്കുന്നവർ. ഇവർ ആ ജനത്തിന്റെ കണ്ണിനെ അന്ധത പിടിപ്പിച്ചപ്പോൾ തന്നെ ഇതൊരു ദൈവത്തിന്റെ ഇടപെടലാണെന്ന് മനസ്സിലാക്കിയ ലോത്ത് ഞെട്ടിയിരിക്കുന്ന സന്ദർഭമാണ്. ലോത്ത് അറിയുന്നു, ഇവരാണ് ഈ പട്ടണത്തെ നശിപ്പിക്കാൻ പോകുന്നത്, അതുകൊണ്ട് അതിനെ നശിപ്പിപ്പാൻ യഹോവ ഞങ്ങളെ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. നോക്കൂ, ഇത് കേട്ട ഉടനെ ലോത്ത് ചെന്ന് തൻ്റെ പുത്രിമാരെ വിവാഹം ചെയ്യുവാനുള്ള മരുമക്കളോട് സംസാരിച്ചു. നമ്മൾ നേരത്തെ കണ്ടു, ഈ ലോത്ത് ഈ വന്ന ആളുകളോട് പറയുന്നുണ്ട്, എൻ്റെ 2 പെൺമക്കൾ, അവരെ ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് വിട്ടു തന്നേക്കാം, അവർ കന്യകന്മാരാണ്, അവർ ഒരു പുരുഷനെ അറിയത്തില്ല. പുരുഷനെ അറിയത്തില്ലെങ്കിലും ഈ പെൺമക്കൾ വിവാഹം ചെയ്യാനിരിക്കുന്ന അതേ മരുമക്കൾ അവിടെയുണ്ട്. ഇത് വിവാഹം കഴിഞ്ഞിട്ടുള്ള ഒരു അവസ്ഥയല്ല, മറിച്ച് ബെട്രോത്തൽ കഴിഞ്ഞിട്ടുള്ള ഒരു അവസ്ഥയാണ്, വിവാഹം നിശ്ചയം ചെയ്ത ഒരു അവസ്ഥയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവർ അപ്പോഴും അതേ അവിടെ ലോത്ത് പറയുന്ന പോലെ ഒരു പുരുഷനെ അറിയാത്തവരായ അതേ പെൺമക്കൾ തന്നെയാണ്. പക്ഷെ ആ മരുമക്കൾ ഈ ലോത്തിന്റെ പെൺമക്കളെ വിവാഹം ചെയ്യാനിരിക്കുന്നവരാ. അതുകൊണ്ട് ഈ ലോത്ത് അവരോട് പോയി പറഞ്ഞാൽ, ലോത്തിനെ ചിന്തിച്ച് കാണും, ഞാൻ പറഞ്ഞാൽ അവരത് വിശ്വസിക്കും, അവർ അനുസരിക്കും. ഞാൻ ചെന്ന് പറഞ്ഞാൽ അവർ എൻ്റെ കൂടെ പോരും, എൻ്റെ പെൺമക്കൾക്ക് ഭാവി വരന്മാരായി മാറേണ്ടവരാണ് അവർ എന്ന പ്രതീക്ഷയിൽ ലോത്ത് അവിടെ ചെന്ന് അവരോട് പറഞ്ഞു, നിങ്ങൾ എഴുന്നേറ്റ് ഈ സ്ഥലം വിട്ട് പുറപ്പെടുവീൻ, യഹോവ ഈ പട്ടണം നശിപ്പിക്കുമെന്ന് പറഞ്ഞു. എന്നാൽ അവൻ കളി പറയുന്നു എന്ന് അവൻ്റെ മരുമക്കൾക്ക് തോന്നി. കളി പറയുന്നു, തമാശ പറയുന്നു എന്നാണ് ഇവരുടെ പ്രതികരണം. വളരെ പ്രധാനപ്പെട്ട ആശയം ഇവിടെയുണ്ട്. ലോത്ത് എത്രത്തോളം പ്രതീക്ഷിച്ചാലും തൻ്റെ മരുമക്കൾ തൻ്റെ കൂടെ പോരില്ല. കാരണം അവരുടെ കണ്ണുകൾ അതേ പിശാച് നിരോധിച്ചു വെച്ചിരിക്കുക. അതുകൊണ്ട് എത്ര വചനം സംസാരിച്ചാലും അവർ പറയുന്നത് എന്താ? അവർ പറയുന്നത് നീ തമാശ പറയുകയാണ്. ഇതിന് സമാനമായി പല കാര്യങ്ങളും വിശുദ്ധ വേദപുസ്തകത്തിലുണ്ട്. അത് ഞാൻ നിങ്ങളോട് അടുത്ത ദിവസം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ലോത്തിന് തൻ്റെ കുടുംബം,
തൻ്റെ ഭാര്യ, തൻ്റെ 2 പെൺമക്കൾ എന്നതിനേക്കാളും അപ്പുറമായിട്ട് ഒരു ഉത്കണ്ഠ ആ ദേശത്തെക്കുറിച്ച് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഇപ്പോൾ ഈ ഒരു വൈകിയ വേളയിൽ താൻ ഈ ഒരു കാര്യം സംസാരിക്കുമ്പോൾ, ഈ ദേശത്തിൻ്റെ പാപത്തെക്കുറിച്ച് താൻ സംസാരിക്കുമ്പോൾ, ആളുകളെല്ലാം വിചാരിക്കുന്നു, മുമ്പ് ലോത്ത് ഇങ്ങനെ ആയിരുന്നില്ലല്ലോ. ലോത്ത് ഈ പാപത്തെയൊക്കെ അതോട് ഒത്തുതീർപ്പ് ചെയ്ത് ജീവിച്ചൊരു മനുഷ്യനാ. അങ്ങനെയാണെങ്കിൽ ഇവൻ ഈ പറയുന്നതിൽ എന്താണ് കാര്യം? ഒരു കാര്യം ഞാൻ പറയട്ടെ, നമ്മളുടെ സാക്ഷ്യം വളരെ വലുതാണ്. എങ്ങനെയാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ എപ്പോഴും പരിശോധിക്കണം. മറ്റുള്ളവർ നമ്മളിൽ നിന്ന് സുവിശേഷം ശരിയായി കേൾക്കണമെങ്കിൽ നമ്മൾ സാക്ഷ്യമുള്ളവരായിരിക്കണം. നമ്മൾ പാപത്തിനെതിരെ പ്രസംഗിക്കുക മാത്രമല്ല, പാപത്തോട് സന്ധി ചെയ്യാത്തവരുമായിരിക്കണം എന്നുള്ളതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മൾ എങ്ങനെയും ജീവിച്ചിട്ട് മറ്റുള്ളവരോട് ഈ സുവിശേഷവും ഈ രക്ഷയെക്കുറിച്ചൊക്കെ സംസാരിച്ചാൽ ആളുകൾ അത് ഒരിക്കലും ഉൾക്കൊള്ളുകയില്ല. നോക്കൂ, ഇപ്പോൾ ദൈവം വളരെ വ്യക്തമായി ലോത്തിനോട് പറയുന്നു, യെസ്, നിനക്ക് കുറച്ച് പേരെ കൊണ്ടുപോകാം, പക്ഷേ നീ പറയുന്നത് വിശ്വസിക്കാൻ കഴിയുന്നവർക്ക് മാത്രമേ നിനക്ക് കൊണ്ടുപോകാൻ കഴിയത്തുള്ളൂ. പക്ഷേ അവൻ പറയുന്നത് വിശ്വസിക്കുന്നത് ആരുമില്ല ആ പട്ടണത്തിൽ. അങ്ങനെയാണെങ്കിൽ ഇത് നമുക്ക് തരുന്നതായ വലിയൊരു അലാമിങ് മെസ്സേജ് ഉണ്ട്. വലിയ ശക്തമേറിയ ഒരു മുന്നറിയിപ്പോടുകൂടിയ സന്ദേശമുണ്ട്. ആ സന്ദേശം നമ്മൾ കൊള്ളരുതാത്തവരായി മാറരുത്. നമ്മൾ ദൈവത്തിന് കൊള്ളാകുന്നവരായി തീരണം. മറ്റുള്ളവരെ നമ്മൾ അവരുടെ പാപത്തെ ബോധ്യപ്പെടുത്തുന്നവരായി തീരണം. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായി തീരണം. അവരെ ഒരുക്കുന്നവരായി തീരണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് കർത്താവ് മൂലം ദേശത്തിന് നൽകുന്ന രക്ഷ അനുഭവിക്കാൻ സാധിക്കത്തുള്ളൂ. ഈ സന്ദേശം വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ്. അതുകൊണ്ട് ഇന്നിനെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മൾ ഒരിക്കലും ലോത്തിനെ പോലെ ആകരുത്. മറിച്ച് പാപത്തിന് എതിരായി നിന്നുകൊണ്ട് നമുക്ക് ചുറ്റുമുള്ള ആൾക്കാരെക്കുറിച്ചുള്ള ഉത്കണ്ഠ നമ്മളിൽ ഉണ്ടായി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരും അവയെ ഒരുക്കിയെടുക്കുന്നവരുമായി നമ്മൾ മാറുന്നുണ്ടെങ്കിൽ നാം നിമിത്തം നമ്മുടെ ദേശം അനുഗ്രഹിക്കപ്പെടുവാനിടയായി തീരും. അതിനുവേണ്ടിയുള്ള ഒരു സമർപ്പണം ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. തീർച്ചയായിട്ടും നമ്മുടെ ജീവിതം ദൈവത്താൽ അനുഗ്രഹമായി തീരും. ദൈവം നമ്മെ അനുഗ്രഹിക്കും. അത് സംഭവിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം നമുക്ക് ദൈവത്തിൽ പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം. ഈ വചനം കേട്ട ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ കൺസേൺസ്, ഞങ്ങളുടെ ഉത്കണ്ഠകൾ കർത്താവേ, ഞങ്ങളെ മാത്രം ചുറ്റിപ്പറ്റി ഇരിക്കാതെ മറ്റുള്ളവരെക്കുറിച്ചുള്ള കൺസേൺ ഞങ്ങളിലുണ്ടായിട്ട് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരായിരിക്കാൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായിരിക്കാൻ, അവരെ രൂപാന്തരപ്പെടുത്തുന്നവരായിരിക്കാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. ഈ വചനം കേട്ട ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദയവായി ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകൾ ഞങ്ങളെ വിളിക്കുക. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾക്ക് ദൈവവചനം പഠിക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിന് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. അതേപോലെ ആത്മീയമായ കൂട്ടായ്മയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിന് ഞങ്ങളെ വിളിക്കാവുന്നതാണ്. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു ഓൾ.